പള്ളിയുടെ സമീപത്തെ രണ്ടുപാലം പള്ളിയിലെ ഇമാം ആദരണീയനായ ഹാഫിള് മാഹിൻ മൗലവി കശാഫി അവരുടെ പ്രിയങ്കരിയായ ഭാര്യ ഹാഫിള ഫായിദ എന്നവർ, ചെറിയൊരു പെൺകുട്ടി, 26 വയസ്സാണ് മരണപ്പെടുമ്പോൾ അവർക്ക് പ്രായം. ഹാഫിളത്താണ്. 10ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയുടെ വാപ്പ മരണപ്പെട്ടു പോയി. യതീമായി വളർന്നവരാണ് അവർ. മൗലവിയായിരുന്നു റഫീഖ് മൗലവി എന്നവർ. അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമായിരുന്നു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അസ്വസ്ഥതയുണ്ടാവുകയും വീട്ടിലെത്തിയപ്പോൾ ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 10ാമത്തെ വയസ്സ് മുതൽ അനാഥത്വം അനുഭവിച്ച് വളർന്ന ആ പെൺകുട്ടി 12ാമത്തെ വയസ്സിൽ ആ കുടുംബത്തിന്റെ തർത്തീബ് അനുസരിച്ച്, ആ ഉമ്മയുടെ തർബിയത്ത് അനുസരിച്ച് ആ പെൺകുട്ടി ഒരു ബനാത്തിൽ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചു. ആലിമത്തിന്റെ കോഴ്സിൽ കയറി. 8 വർഷം ബനാത്തിൽ, പൂർണ്ണമായും 8 വർഷം ബനാത്തിലായിരുന്നു. 20ാമത്തെ വയസ്സ് വരെ ആലിമത്ത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പെൺകുട്ടി സ്വന്തമായി ഖുർആൻ പഠിച്ച ഹാഫിളത്തായി. മിടുക്കിയായ പെൺകുട്ടി. 20ാമത്തെ വയസ്സ് വരെ അവരോടൊപ്പം കഴിഞ്ഞിരുന്ന സഹപ്രവർത്തകർക്കും കൂടെയുണ്ടായിരുന്ന സഹപാഠികൾക്കുമെല്ലാം ഒരേ ഒരു വാക്കാണ് ഫായിദയെ കുറിച്ച് പറയാനുള്ളത്: നല്ല സ്വഭാവം, എല്ലാവരോടും മയമായ നിലയിൽ പെരുമാറുന്നവൾ, തന്റെ ഇല്ലായ്മയൊന്നും ഒരാളുടെ മുമ്പിലും കാണിക്കാതെ ജീവിച്ചവൾ. 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു. 25ാമത്തെ വയസ്സ് വരെ 5 വർഷത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദമ്പതികൾക്ക് 4 മക്കളെ നൽകി. 5 വർഷവും മക്കളെ പരിപാലിക്കുകയായിരുന്നു. 5 വർഷവും ചെറിയ 4 മക്കൾ. 4ാമത്തെ മകളെ ഗർഭം ധരിക്കുന്ന ആ ഗർഭാവസ്ഥയിലാണ് ആ സുഖം തിരിച്ചറിയുന്നത്. പിന്നീട് അങ്ങോട്ട് 1 വർഷം കഠിനമായ അസുഖത്തിന്റെ പിടിയിൽ. ഒരാളുടെ മുമ്പിലും സഹപ്രവർത്തകർ പറയുന്നുണ്ട്, കുടുംബക്കാര് പറയുന്നുണ്ട്, ഉമ്മ പറയുന്നുണ്ട്, ഒരിക്കൽ പോലും അസുഖത്തെ പഴിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ വന്നുപോയല്ലോ എന്ന് പറയുന്നില്ല. തീവ്രമായ നിലയിൽ ആ സുഖത്തിന്റെ വേദന അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഗുണപാഠം എവിടെയാണെന്നറിയുമോ? മരണത്തിന്റെ തൊട്ടുതലേന്ന് അവശയാണവർ. അവർക്ക് നടക്കാൻ ശേഷിയില്ല. അരയ്ക്ക് താഴേക്ക് ചലനമറ്റ അവസ്ഥയാണ്. മരണത്തിന്റെ തൊട്ടുതലേന്ന് രാത്രി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ കൂടെ നിന്നവരോട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. വലിയ ഏതോ സൂഫി കഥയിലെ ഒരു വലിയ മഹദിയുടെ വർത്തമാനമല്ല ഈ പറയുന്നത്. ആ പെൺകുട്ടി പറയുകയാണ്, ഉമ്മ, ഞാൻ മലക്ക് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്കൊന്നും ഫാത്തിഹ ഓതി തരിക എന്ന് ഉമ്മയോട് പറയുന്നു. ഉമ്മ അടുത്തിരുന്ന് ഫാത്തിഹ ഓതി കേൾപ്പിക്കുന്നു. ആ പെൺകുട്ടി ഫാത്തിഹ സമ്പൂർണമായിട്ട് ഓതി. എനിക്കൊന്ന് നിസ്കരിക്കണമെന്ന് പറയുന്നു. ഇശാ നിസ്കരിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ എനിക്ക് ഇശാ നിസ്കരിക്കണമെന്ന് പറയുന്നു. തയമ്മും ചെയ്ത് ഇശാ നിസ്കരിപ്പിച്ചു. ഉള്ളതുപോലെ തന്റെ തട്ടമൊക്കെ ഇങ്ങനെ ചുറ്റിക്കെട്ടിക്കൊടുത്ത് ആ കിടപ്പിൽ അവർ ഇശാ നിസ്കരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി പറയാണ്, സഹോദരങ്ങളെ, ഗുണപാഠമാക്കണം നമ്മൾ ചില ജീവിതങ്ങളെ. ആ പെൺകുട്ടി പറയുകയാണ്, ഞാനൊരു തോട്ടത്തിലൂടെ നടക്കുകയാണ് അമ്മച്ചി, ഞാനൊരു തോട്ടത്തിലൂടെ നടക്കുകയാണ്. എന്തു സുന്ദരമായ കാഴ്ചയാണ്. നിങ്ങളെല്ലാം ഇവിടെ നിന്നൊന്ന് മാറിപ്പോവുക. നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഈ കാഴ്ച എനിക്ക് സുന്ദരമായി വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകും, അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക. എന്ത് രസകരമായ കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ഇന്ന് യാത്രയായ ഹാഫിള ഫായിദ എന്നവർ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില നല്ല മരണങ്ങൾ അനുസ്മരിക്കപ്പെടേണ്ട മരണങ്ങളാണ്. കാരണം ജീവിതം എനിക്കും നിങ്ങൾക്കും എല്ലാം, സഹോദരങ്ങളെ, ഏത് നിമിഷത്തിലാണ് അവസാനിപ്പിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അല്ലാഹു അവസാനിപ്പിക്കുക എന്ന് നമുക്കറിയില്ല. നന്മകൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഒറ്റ വാക്കതേ ഉള്ളൂ, എന്തെങ്കിലും നന്മകൾ